Before explaining about dynamic array, we want to discuss about pointer and array. So we know about what is a pointer. A pointer is a variable which holds the address of a memory location. And what is an array? An array contains a collection of homogeneous type of data under a common name. അപ്പോൾ അറേയിൽ ഒരേപോലത്തെ ഡാറ്റയുടെ കളക്ഷനാണ്. ഒരേപോലത്തെ ഡാറ്റ ഉദ്ദേശിക്കുന്നത് ഇൻറ്റീജർ ആണെങ്കിൽ അറേയിൽ എന്തുമാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, ഇൻറ്റീജർ ഡാറ്റ. ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ. ഇങ്ങനെ ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്, ഡിറൈവ് ഡാറ്റ ടൈപ്പാണ് അറേ. So this data is stored in the continuous memory locations. അടുത്തടുത്തുള്ള ലൊക്കേഷൻസിലാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ലെറ്റ് ഈ ഫിഗർ ശ്രദ്ധിച്ചു നോക്കൂ. ഈ അറേയുടെ പേരാണ് AR. 6 ലൊക്കേഷൻസിൽ നമ്മളിവിടെ ഇൻറ്റീജേഴ്സ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ. 10, 20, 30, 40, 50, 60 എക്സെട്ര. സോ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ അറേ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറേയുടെ ഓരോ ലൊക്കേഷൻസിനും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അല്ലേ. AR of 0, 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് തേർഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ അറേയുടെ എപ്പോഴും ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. AR of 0, AR of 1, 2, 3, 4, 5. 6 എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്നത് AR of 6 അല്ലേ. സോ ദിസ് ഇസ് AR of 6. അറേയുടെ നമ്മൾ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത്. ഇനി മെമ്മറിയിൽ ഈ ഒരു അറേ സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷൻസിലാണ് അറേ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കൂ, ഈ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അറേയുടെ അടുത്ത് സ്റ്റോർ ചെയ്യുന്ന എന്ത് തരം ഡാറ്റയാണ്, ഇൻറ്റീജർ ഡാറ്റയാണ്. സോ മെമ്മറിയുടെ അകത്ത് ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാൻ എത്ര ബൈറ്റ് വേണം? 4 ബൈറ്റ്സ് ഓഫ് ഡാറ്റ ഈസ് നീഡഡ് അല്ലേ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ എലമെൻറ്റ് 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്തതെന്ന് അസ്യൂം ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ലൊക്കേഷൻ, അപ്പോൾ AR of 0 എന്ന് പറഞ്ഞ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് 1000-ലാണ്. AR of 1 എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? 4 ബൈറ്റ് വേണം. ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ് വേണം. അപ്പോൾ രണ്ടാമത്തെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ് കഴിഞ്ഞിട്ട് 1004-ലാണ്. ഓക്കെ, എഗെയിൻ 4 ബൈറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡാറ്റ. കാരണം ഓരോ ഇൻറ്റീജർ ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിൽ 4 ബൈറ്റ് റിസർവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു മെമ്മറിയിൽ ഒരു അറേ സ്റ്റോർ ചെയ്യുമ്പോൾ എത്രയാണോ ആ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ് മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് 1000, 1001, 1002 എന്നാണ് പോവുക. പക്ഷേ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസിനും എന്ത് തന്നെയാണ്, 4 ബൈറ്റ് തന്നെയാണ്. അപ്പോൾ എത്ര വേണം, എത്ര ബൈറ്റ് ഓഫ് മെമ്മറിയാണ് ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് മെമ്മറിയിൽ ആ കറസ്പോണ്ടിങ് അറേക്ക് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ റിസർവ് ചെയ്യുന്നത്. ഇവിടെ ഇൻറ്റീജർ ഡാറ്റ ആയതുകൊണ്ടാണ് 4 ബൈറ്റ് റിസർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡാറ്റ 1000, പിന്നെ അടുത്ത ലൊക്കേഷൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് 1004, ദെൻ 1008, 1012, 1016, 1020. ഇങ്ങനെ ഒരു ഇതിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അടുത്തടുത്ത ലൊക്കേഷൻസിൽ. ക്ലിയർ ആയോ? സോ അങ്ങനെയാണ് അറേ. അപ്പോൾ അങ്ങനെയാണ് അറേ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിൽ. നമുക്ക് പോയിൻ്റർ ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം, പോയിൻ്റർ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? മെമ്മറിയുടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു അറേനെ പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് ഈ ടോപ്പിക്കിൽ മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ? സോ ഹൗ ക്യാൻ വി സ്റ്റോർ ദ അഡ്രസ് ഓഫ് എ അറേ ഇൻ ടു എ പോയിൻ്റർ? കാരണം നമുക്ക് പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് ആരെ ആക്സസ് ചെയ്യാം? അറേനെ ആക്സസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ അഡ്രസ്സ് ആരിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി? പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി. So this figure shows the memory allocation of an array AR of 6 of integer type. So it is assumed that the array begins at location 1000 and each location consists of 4 bytes because it is an integer data. അതുകൊണ്ടാണ് 4 bytes ആർക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നത്? ഇൻറ്റീജർ ഡാറ്റയ്ക്ക് റിസർവ് ചെയ്യുന്നത്. ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ് 1000 ആണെന്നൊരു അസംഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഫിഗറാണിത്. എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാം ഒരു പോയിൻ്ററിലേക്ക്? ലെറ്റ് PTR ഈസ് ആൻ ഇൻറ്റീജർ പോയിൻ്റർ. ഇൻറ്റ് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തു എന്ന് അസ്യൂം ചെയ്യും. ബിക്കോസ് PTR ഈസ് ആൻ ഇൻറ്റീജർ പോയിൻ്റർ. സോ ഈ PTR എന്ന് പറഞ്ഞ പോയിൻ്ററിലേക്ക് അറേയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. സാധാരണ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറൻ്റാണ് ആംപർസാൻഡ് ഓപ്പറേറ്റർ. അറേ ആയതുകൊണ്ട് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് മെൻഷൻ ചെയ്യണം. കാരണം അറേയുടെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? AR of 0 ആണ് അല്ലേ. അപ്പോൾ AR of 0
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറേയുടെ ബേസ് അഡ്രസ്സ് ഏതാണ് 1000. ഈ 1000 ആരിലേക്ക് സ്റ്റോർ ചെയ്തു? PTR എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമുക്കിനി അറേനെ ആക്സസ് ചെയ്യണമെങ്കിൽ അറേയുടെ ആ പേര് ആവശ്യമില്ല. നമുക്ക് ആരെ വെച്ച് ആക്സസ് ചെയ്യാം? ഈ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാം. സ്റ്റാർ PTR എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും പോയിന്റ് ചെയ്യുന്നത്? 1000 സ്റ്റോർ ചെയ്ത വാല്യൂ. 1000 സ്റ്റോർ ചെയ്ത വാല്യൂ ഏതാ? 10 ആണ് അല്ലേ? ഇനി PTR + 1, കാരണം PTR ഇപ്പോൾ 1000 ആണ്. PTR + 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? അടുത്ത ലൊക്കേഷനാണ് അല്ലേ? ഇൻറ്റീജർ ആയതുകൊണ്ട് 4 ബൈറ്റ്സ് വേണം. അപ്പോൾ 1000 കഴിഞ്ഞ അടുത്ത ലൊക്കേഷൻ ഏതാ? 1004. PTR + 1 എന്ന് പറയുന്ന സമയത്ത് 1004 ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാർ PTR + 1 എന്ന് പറയുമ്പോഴോ ആ ലൊക്കേഷൻ 1004ലുള്ള വാല്യൂ അതാരാണ്? 20. ഇനി PTR + 2 എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഉണ്ടാവുക? PTR + 2 എന്ന് പറയുന്ന സമയത്ത് അടുത്ത ലൊക്കേഷൻ, അതായത് AR(2) എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്റ്റിൻ്റെ അഡ്രസ് 1008. സ്റ്റാർ PTR(2) എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള വാല്യൂ. ഓക്കെ, സോ PTR(3) എന്ന് പറയുമ്പോൾ AR(3) എന്നുള്ള കറസ്പോണ്ടിങ് ഇതിൻ്റെ അകത്തുള്ള അഡ്രസ്സാണ് പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് അറേനെ പോയിന്റർ വെച്ച് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇഫ് PTR ഈസ് ആൻ ഇൻറ്റീജർ പോയിന്റർ, ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് അറേ. അറേയുടെ ഫസ്റ്റ് ലൊക്കേഷൻ അഡ്രസ്സിനെ പറയുന്ന പേരാണ് ബേസ് അഡ്രസ്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബേസ് അഡ്രസ്. അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് അറേ ഈസ് നോൺ ആസ് ബേസ് അഡ്രസ്. ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. സാധാരണ ഒരു വേരിയബിളിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യണ പോലെ. ഇത് വേരിയബിൾ അല്ല, അറേ ആയതുകൊണ്ട് നമുക്ക് അവിടെ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് മെൻഷൻ ചെയ്യണം. സ്റ്റാർട്ടിങ് അഡ്രസ് അറേയുടെ സബ്സ്ക്രിപ്റ്റ് ഏതാണ്? 0 ആണ്. AR(0). ആംപ്രസൻറ്റ് AR(0) പറയുന്ന സമയത്ത് അറേയുടെ ബേസ് അഡ്രസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അഡ്രസ് ആരിലേക്ക് സ്റ്റോർ ചെയ്തു? PTR എന്ന് പറഞ്ഞ പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് us find the output. Cout PTR. എന്താ ഇപ്പോൾ PTR ഉണ്ടാവുക? നോക്കൂ, PTR എന്താ ഇപ്പോൾ ഉള്ളത്? ഡിസ്പ്ലേ ചെയ്യുക. Cout PTR എന്ന് പറഞ്ഞാൽ PTRൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്? 1000 അല്ലേ? അപ്പോൾ നോക്കൂ, എന്തായിരിക്കും ഇവിടെ ആൻസർ ഉണ്ടാവുക? ഡിസ്പ്ലേ 1000, അഡ്രസ് ഓഫ് AR(0). ഇനി Cout സ്റ്റാർ PTR എന്ന് പറഞ്ഞാലോ ആ PTRൻ്റെ അകത്തുള്ള വാല്യൂ എന്താ? PTRൻ്റെ അകത്ത് 1000, ആ 1000ൻ്റെ അകത്തുള്ള വാല്യൂ എന്താ? 10. അപ്പോൾ എന്താ അവിടെ പ്രിൻറ്റ് ചെയ്യുക? സോ ഇറ്റ് പ്രിൻറ്റ്സ് ഡിസ്പ്ലേസ് 10 എന്നാണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക. ഇനി നോക്കൂ, PTR + 1. PTR ഇപ്പോൾ 1000 ആണ്. +1 എന്ന് പറഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ ഏതാ? 1004 അല്ലേ? നമ്മളെ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 1000 കഴിഞ്ഞ അടുത്ത ലൊക്കേഷൻ 1004 ആണ്. അപ്പോൾ എന്തായിരിക്കും PTR + 1 ഡിസ്പ്ലേ ചെയ്യുന്നത്? 1004. ഡിസ്പ്ലേസ് 1004. Cout സ്റ്റാർ PTR + എന്ന് പറയുമ്പോഴോ ആ 1004ൻ്റെ അകത്തുള്ള വാല്യൂ, 1004ൻ്റെ അകത്തുള്ള വാല്യൂ എന്താ? 1004ൻ്റെ അകത്തുള്ള വാല്യൂ 20. അപ്പോൾ എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്? 20. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും PTR + 4 എന്ന് പറഞ്ഞാൽ? PTRൽ എന്താ ഉള്ളത്? 1000 ആണുള്ളത് അല്ലേ? +4 എന്ന് പറഞ്ഞാലോ 4 ലൊക്കേഷൻ കഴിക്കണം. അപ്പോൾ 4 × 4 16. അപ്പോൾ 1016 അല്ലേ? അല്ലെങ്കിൽ AR(4) നോക്കിയാൽ മതി. AR(4) ഏതാ? 0 1 2 3 4 അല്ലേ? 1016 ആണ്. അതിൻ്റെ സ്റ്റാർ വാല്യൂ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഡിസ്പ്ലേ ചെയ്യണം? 50 ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? അപ്പോൾ PTR + 4 എന്ന് പറഞ്ഞാൽ AR(4) അറേയുടെ 4ാമത്തെ സബ്സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള മെമ്മറി ലൊക്കേഷനാണ് ഡിസ്പ്ലേ ചെയ്യുക. അതിൻ്റെ സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാ? 50. ഇങ്ങനെയാണ് പോയിന്റർ വെച്ച് നമ്മൾ ആരെ ആക്സസ് ചെയ്യുന്നത്? അറേനെ ആക്സസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡൈനാമിക് അറേ. സോ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പറഞ്ഞു. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താ പറയുന്നത്? ദ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ നടക്കുന്ന അതേ സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ ദിസ് അറേ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം അല്ലെങ്കിൽ ഡ്യൂറിങ് എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് അറേ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് ആ ക്രിയേറ്റ് ചെയ്യുന്ന അറേനെയാണ് എന്താ പറയുക? ഡൈനാമിക് അറേ. നമ്മൾ ഇത്രയും കാലം പഠിച്ചുള്ള സ്റ്റാറ്റിക് അറേയാണ്. കാരണം നമ്മൾ പ്രോഗ്രാമിൽ ആദ്യം തന്നെ അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇൻറ്റ് A of 5 എന്ന് പറഞ്ഞ അറേ, അതിൻ്റെ അകത്ത് 5 ലൊക്കേഷൻസ് നമ്മൾ റിസർവ് ചെയ്യണം. അങ്ങനെ റിസർവ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പം?
അപ്പോൾ നമുക്ക് അറേയുടെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നില്ല, നമുക്കറിയില്ല എത്ര സൈസ് വേണം എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് കുറച്ച് അധികം വേണം. പക്ഷെ നമ്മൾ 5 എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ലൊക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 6ാമത്തെ ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അറേയുടെ സൈസ് എന്താണ്. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള അറേയുടെ സൈസ് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ള സൈസുകളെ ആ റൺ ടൈമിൽ തന്നെ അറേയെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് ഡൈനാമിക് അറേ. So dynamic array is created during runtime using the dynamic memory allocation operator new. Dynamic memory allocation operator new വെച്ചിട്ടാണ് നമ്മൾ ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഡൈനാമിക് അറേനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് അറേ മീൻസ് ദിസ് അറേ is created during runtime or during execution. And this array is created using the dynamic memory allocation operator. Dynamic memory allocation operator ആരാണ്? ന്യൂ ആണ്. ന്യൂ വെച്ചിട്ടാണ് നമ്മൾ ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഡൈനാമിക് അറേ. ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ അറേ തന്നെയാണ്. ദാറ്റ് അറേ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം ഓർ ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണിത്. ദിസ് ഇസ് എ സിൻടാക്സ്. പോയിന്റർ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. അറേയുടെ ബ്രാക്കറ്റാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഓഫ് സൈസ്, എത്രയാണ് അറേയുടെ സൈസ്? അപ്പോൾ ഇവിടെ എന്താ പോയിന്റർ? പോയിന്ററിൻ്റെ അകത്ത് എന്താണ്? പോയിന്റർ വേണം. ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആകുമ്പോൾ പോയിന്റർ വേണം, കാരണം പോയിന്ററിൻ്റെ അകത്താണ് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. ഇവിടെ ആർക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? അറേക്കാണ്. ഒരു ലൊക്കേഷനല്ല, നമുക്ക് ഒരുപാട് ലൊക്കേഷനിലേക്കുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, അല്ലേ? അടുത്തടുത്ത ലൊക്കേഷൻസിൽ അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് homogeneous type of data stored in contiguous locations. അടുത്തടുത്ത ലൊക്കേഷൻസിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതായതുകൊണ്ട് സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഡ്യൂറിങ് എക്സിക്യൂഷനിലാണ്. അപ്പോൾ അറേയുടെ സൈസ് ഇവിടെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, കണ്ടോ? ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം, ബിക്കോസ് ദിസ് ഈസ് ദ ബ്രാക്കറ്റ് യൂസ്ഡ് ഫോർ ഡിക്ലെയറിങ് എൻ അറേ. എന്താ ഇവിടുത്തെ ഡാറ്റ ടൈപ്പ്? ഈ ഡാറ്റ ടൈപ്പാണ് തീരുമാനിക്കുന്നത് മെമ്മറിയുടെ സൈസ് എത്രയാണ്. അപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ, ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ് വേണം, അല്ലേ? അപ്പോൾ ഒരു 10 ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇൻഡ് സ്റ്റാർ PTR ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 10. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. PTR എന്ന് പറഞ്ഞൊരു പോയിന്റർ. ഈ പോയിന്ററിലേക്ക് അകത്തേക്ക് ഇതിൻ്റെ ബേസ് അഡ്രസ് സ്റ്റോർ ചെയ്യാണ്. PTR എന്ന് പറഞ്ഞ പോയിന്ററിൻ്റെ അകത്തേക്ക്. ഇത് എന്താണ് ഈ പോയിന്ററിലുള്ളത്? ഈ പോയിന്റിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സുള്ള ഡാറ്റ ഇൻറ്റീജറാണ്, അല്ലേ? ഇവിടെ അറേ ഇൻറ്റീജർ ഡാറ്റയാണ്. എത്ര ലൊക്കേഷൻസ് വേണം മെമ്മറിയിൽ? മെമ്മറിയിൽ 10 ലൊക്കേഷൻസ് വേണം. 10 ലൊക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് മെമ്മറി എത്ര ബൈറ്റ് ഓഫ് മെമ്മറി യൂസ് ചെയ്യും? ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. അങ്ങനെയാണെങ്കിൽ എത്ര മെമ്മറി ലൊക്കേഷൻസ് വേണം? 10 × 4, 40 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഈസ് റിസർവ്ഡ് ഫോർ ദാറ്റ് ഡൈനാമിക് അറേ. ക്ലിയർ? ബിക്കോസ് ഇൻറ്റീജർ നീഡ്സ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. നേരെ മറിച്ച് ഇവിടെ ക്യാരക്ടർ ആണെന്ന് വിചാരിക്കൂ. ക്യാരക്ടർ ആണെങ്കിൽ ക്യാർ കൊടുക്കുകയാണെങ്കിൽ എന്ത് മാത്രം മതി? ഓൺലി 1 ബൈറ്റ് ഈസ് നീഡഡ്. അപ്പോൾ ഡാറ്റ ടൈപ്പാണ് സ്പെസിഫൈ ചെയ്തത് എത്ര ബൈറ്റ് ഓഫ് മെമ്മറി റിസർവ് ചെയ്യണം ആ അറേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹിയർ പോയിന്റർ PTR contains the base address of dynamic array of integers containing 10 locations. 10 ലൊക്കേഷൻസ് പറയുകയാണെങ്കിലും ഓരോ ലൊക്കേഷനും 4 ബൈറ്റ്സ് മെമ്മറി റിസർവ് ചെയ്യണം. അപ്പോൾ ടോട്ടലി 40 bytes of memory is reserved for the dynamic array. So dynamic array is nothing. That array is created during runtime using the dynamic memory allocation operator new. So ഇത് കൺഫ്യൂഷൻ ആവാനൊരു സാധ്യത കാണുന്നുണ്ട്. ചെറിയൊരു വർക്ക് നിങ്ങൾക്ക് തരാം. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇൻഡ് സ്റ്റാർ PTR ഈക്വൽ ടു ന്യൂ ഇൻഡ്. ഇങ്ങനൊരു ബ്രാക്കറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്. ഇൻഡ് സ്റ്റാർ PTR ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 10. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കാണ്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? Can you guess what is the difference between these two statements? So ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ വേരിയബിൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് വാല്യൂസ് ഇനീഷ്യലൈസ്ഡ്, അല്ലേ? ന്യൂ എന്ന് പറയുക ഇൻറ്റീജർ 4 ബൈറ്റ് ഓഫ് മെമ്മറി റിസർവ് ചെയ്യുന്നു. ആ 4 ബൈറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന, ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് എന്തിവിടെ? 10. ആൻഡ് ദാറ്റ് അഡ്രസ് ഓഫ് ദാറ്റ് ലൊക്കേഷൻ ഇസ് സ്റ്റോർ ഇൻ ദ പോയിന്റർ PTR. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് കണ്ട് അറിയണം ദിസ് ഈസ് എൻ അറേ. ഇത് അറേയാണ്. അപ്പോൾ അറേ ആവുന്ന സമയത്ത് എന്തിൻ്റെ അറേയാണിത്? ഇൻറ്റീജർ അറേയാണ്. ഇൻറ്റീജർ അറേ ആയതുകൊണ്ട് അറേക്ക് ഇവിടെ 10 ലൊക്കേഷൻസ് റിസർവ് ചെയ്യുന്നുണ്ട്. 10 ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ലൊക്കേഷനും 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഫോർ സ്റ്റോറിങ് ദ വാല്യൂ ഇൻറ്റീജർ. എന്നിട്ട് ആ അറേയുടെ ബേസ് അഡ്രസ് ആരിലേക്ക് സ്റ്റോർ ചെയ്യുന്നു? ഈ PTR എന്ന് പറഞ്ഞ പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു.
ഇതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. ബോത്ത് ആർ dynamic memory allocation, and this is a first statement is used for storing one value and this one is used for storing an array. 10 values in an array. Arrayil 10 values store cheyyana, dynamically allocate cheyyana for an array, and this is for storing a single value. ഇവിടെ 10 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് വാല്യൂ അല്ല, ഇതെന്താണ് 10 ലൊക്കേഷൻസ് ആണ്. മെമ്മറിയിൽ 10 ലൊക്കേഷൻസ് റിസർവ് ചെയ്യാണ് ഫോർ സ്റ്റോറിങ് ദ ഇൻറ്റീജർ വാല്യൂ. എന്നിട്ട് അറേയുടെ ബേസ് അഡ്രസ് PTR സ്റ്റോർ ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയാണ്, 4 ബൈറ്റ് റിസർവ് ചെയ്യണു. ആർക്ക് മാത്രം? ഈ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആ ബ്ലോക്കിൻ്റെ ബേസ് അഡ്രസ് ആരിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? PTRലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ.